ഒടുക്കം വീണ്ടും ബാലമുരുകൻ അകത്ത്. ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കൊടും കുറ്റവാളിയും ഗുണ്ടാ നേതാവുമായ ബാലമുരുകൻ വീണ്ടും പിടിയിൽ. തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ വെച്ചാണ് പോലീസ് ബാലമുരുകനെ പിടികൂടിയത്. തെങ്കാശി കോടതിയിൽ ഹാജരാക്കിയ ബാലമുരുകനെ റിമാൻഡ് ചെയ്തു. രൂപമാറ്റം വരുത്തി യാതൊരു കൂസലുമില്ലാതെ റോഡിൽ ബൈക്കിലൂടെ പോകുമ്പോഴാണ് ബാലമുരുകൻ വീണ്ടും പിടിയിലായത്. തെങ്കാശി ഊട്ടുമലയിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെ ബൈക്കിലെത്തിയ ബാലമുരുകനെ തിരിച്ചറിഞ്ഞ പോലീസ് ഉടൻ പിടികൂടുകയായിരുന്നു. നവംബർ 3-ന് വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഇയാൾ കടന്നുകളഞ്ഞത്. തെങ്കാശി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രതിയെ വൈകാതെ വിയൂർ പോലീസിന് കൈമാറും. കവർച്ച, കൊലപാതക ശ്രമം ഉൾപ്പെടെ 53 കേസുകളിലെ പ്രതിയാണ് തമിഴ്നാട് തെങ്കാശി കടയം സ്വദേശിയായ ബാലമുരുകൻ. വിയൂർ ജയിലിന് സമീപത്തു നിന്നാണ് തമിഴ്നാട് പോലീസിനെ വെട്ടിച്ച് ഇയാൾ കടന്നുകളഞ്ഞത്. തമിഴ്നാട്ടിൽ തെളിവെടുപ്പിന് ശേഷം വിയൂരിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ശുചിമുറിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇയാളെ പോലീസ് പുറത്തിറക്കി. 3 പോലീസുകാർ ഒപ്പമുണ്ടായിരുന്നെങ്കിലും ഇവരെ തള്ളിമാറ്റി ഓടുകയായിരുന്നു. ജയിൽ മതിലിനോട് ചേർന്ന് പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ബാലമുരുകൻ ഓടിയത്. പിന്നാലെ തൃശൂരിലേക്ക് കടന്ന ഇയാൾക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷവും വിയൂർ ജയിലിന് മുന്നിൽ നിന്ന് ബാലമുരുകൻ കടന്നുകളഞ്ഞിരുന്നു. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.